നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തേജസ് ന്യൂസ് ഒരുക്കുന്ന മണ്ഡലങ്ങൾ തോറുമുള്ള പരിപാടി മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് വടകര മണ്ഡലം. കറകളഞ്ഞ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അരങ്ങുവാണ കടത്തനാടിൻ്റെ ആസ്ഥാന മണ്ഡലമാണ് വടകര. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പക്ഷേ കാഴ്ചകൾ വേറെയാണ്. കുലം കുത്തികളെന്ന് അധിക്ഷേപിക്കപ്പെട്ടവരാൽ കടത്തനാടൻ ലോക്സഭാ ഹൃദയഭൂമിയിൽ 2 വട്ടം തുടർച്ചയായി മാർക്സിസ്റ്റ് ചെങ്കൊടി പിഴുതെറിയപ്പെട്ടു. ലോക്സഭയിലേക്കുള്ള 17ാമത് അംഗത്തിനായി കച്ചമുറുക്കുമ്പോഴും പ്രവചനങ്ങൾക്ക് വഴങ്ങുന്നതല്ല വടകരയിൽ കാര്യങ്ങൾ. 2ാം ലോക്സഭയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഡോക്ടർ കെ.ബി. മേനോനിൽ ആരംഭിച്ചു വടകരയുടെ പ്രാതിനിധ്യം. 3ാം സഭയിൽ സ്വതന്ത്രനായി എ.വി. രാഘവൻ. അടുത്ത വിജയി അരങ്ങിൽ ശ്രീധരൻ. 5ാം ലോക്സഭ മുതൽ 10ാം ലോക്സഭ വരെ കെ.പി. ഉണ്ണികൃഷ്ണൻ്റെ ജൈത്രയാത്ര. 11ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് CPM-ലെ ഒ. ഭരതൻ. അടുത്ത 2 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് CPM-ലെ തന്നെ A.K. പ്രേമചം. 14ാം ലോക്സഭയിൽ പി. സതീദേവിയുടെ വിജയത്തോടെ വടകരയിൽ CPM-ന്റെ വിജയയാത്രയ്ക്ക് അർത്ഥവിരാമം. 2009-ൽ T.P. ചന്ദ്രശേഖരൻ CPM വിട്ട് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഥവാ RMP എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയതോടെ കടത്തനാടൻ മണ്ണിൽ CPM കിതച്ചു തുടങ്ങി. ആ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ T.P. മത്സരിച്ചു. കുലംകുത്തിയുടെ പെട്ടിയിൽ വീണത് 1,00,000 വോട്ടുകൾ. 2012 മെയ് 4-ന് T.P. കൊല്ലപ്പെട്ടു. 2009-ൽ 56,186 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേടിയത് അട്ടിമറി വിജയം. എന്നാൽ 2014-ൽ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം വെറും 3,360 വോട്ടായി കുറഞ്ഞു. ഇത്തവണ CPM-ന്റെ പി. ജയരാജൻ LDF സ്ഥാനാർത്ഥിയായി വന്നതോടെ വടകര മണ്ഡലം വാർത്താ പ്രാധാന്യത്തിൻ്റെ നെറുകയിലാണെന്ന് പറയാം. 2009-ൽ വടകരയിൽ പരാജയപ്പെട്ട പി. സതീദേവിയുടെ സഹോദരനാണ് പി. ജയരാജൻ. സതീദേവിയുടെ തോൽവിയും അതുവഴിയുള്ള പി. ജയരാജൻ്റെ ഗൂഢാലോചനയുമാണ് T.P. വധത്തിന് പിന്നിലെന്ന് RMPയുടെ ആരോപണങ്ങൾ അവഗണിച്ചാണ് വടകരയിൽ CPM ജയരാജനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ജയരാജനെ വാഴ്ത്താനോ വീഴ്ത്താനോ പാർട്ടി വടകരയിൽ എത്തിച്ചതെന്ന ചർച്ച വേറെ തലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-നും പ്രത്യേകിച്ച് RMPയ്ക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ഇരു ക്യാമ്പുകളുടെയും നീക്കം. ജയരാജനെതിരെ T.P.യുടെ വിധവ K.K. രമയെ പൊതു സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രമുഖനെ കണ്ടെത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ തനിച്ചു നിർത്തിയുള്ള അടവ് നയ ശ്രമങ്ങളും RMPയിൽ നടക്കുന്നുണ്ട്. നിയമസഭയിലേക്ക് രമയെ പൊതു സ്ഥാനാർത്ഥിയാക്കാമെന്ന ധാരണയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേതുപോലെ UDF-നെ സഹായിക്കാനുള്ള നിർദ്ദേശങ്ങളും RMPയുടെ പരിഗണനയിൽ ആണ്. കേഡർ വോട്ടുകൾ പാർട്ടി സ്ഥാനാർത്ഥി സമാഹരിക്കുകയും അനുഭാവ വോട്ടുകൾ CPM-നെതിരെ മറിക്കുകയുമാണ് തന്ത്രം. വടകരയിൽ നിർണായക ഘടകമാണ് SDPI. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി. അബ്ദുൽ ഹമീദ് മാസ്റ്റർ നേടിയത് 15,050 വോട്ടുകളാണ്. ഇടതു സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനു ഒപ്പം മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയാനും ഇത് ഇടയാക്കിയിരുന്നു. SDPI സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമ്മേരിയാണ് ഇത്തവണ വടകരയിൽ മത്സരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ SDPI ഇതിനകം തന്നെ ബഹുദൂരം മുൻപിലാക്കിയിട്ടുമുണ്ട്. MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദൾ LDF-നൊപ്പം എത്തിയത് ഇടതിന് നേട്ടമാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ LJD ജില്ലാ ഘടകം ഇടതുമുന്നണിയോട് ഇടഞ്ഞാണ് നിൽക്കുന്നത്. കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, കുറ്റ്യാടി എന്നീ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കുറ്റ്യാടി മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒപ്പം നിന്നത്. കുറ്റ്യാടിയിൽ UDF ജയിച്ചത് 1,157 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. വടകരയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത BJP വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇത്തവണ കാര്യം കണ്ടു തന്നെ പറയണമെന്നേ പതിവിലും കാര്യമായി വടകരയെക്കുറിച്ച് പറയാൻ കഴിയൂ.